എവിടുന്നോ വന്നൊരു തെണ്ടിയെ പേടിച്ച് ഓടി വന്നിരിക്കുകയാണല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യണം മുതലാണ്? അവൻ വന്നെത്തുന്നതിന് മുമ്പേ തോട്ടത്തിലുള്ളവർ മുഴുവൻ അവന്റെ വശത്തായി. ആരൊക്കെ വന്നാലും അവളെ ഇറക്കി വിട്ടിട്ടേ നീയൊക്കെ തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞയച്ചേ. ഞങ്ങൾ ഇറക്കി വിട്ടതാണ് മുതലാളി. അവന്മാര് വാവിൽ ചവിട്ടി പൊളിച്ചാണ് വീണ്ടും അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് സഹായിക്കാൻ അവനവന്റെ ആരാണ്? മാസ്റ്ററുടെ പാർട്ടിയിൽപ്പെട്ടവനാണെന്നാ പറയുന്നത്. ഓഹോ, അപ്പൊ നേതാവിന്റെ സ്ഥാനം വഹിക്കാമെന്നതായിരിക്കും അവൻ. അവൻ ഇവിടെ തന്നെ തങ്ങുമെന്നാ മുതലാളി തോന്നുന്നു. വെരി ഗുഡ്. ചിലപ്പോൾ അവൻ എന്നേക്കുമായി ഈ മണ്ണിൽ തന്നെ തങ്ങിയെന്ന് വരും. ഈ തോക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നതല്ലേ? ശരിക്ക് തുടച്ച് ഉണ്ടേ നടത്തി വെച്ചതാണ്. എന്നിട്ട് അയാളെ തിരുത്തി. അപ്പൊ മുതലായിട്ട് വിട്ടില്ല. ഈ തോട്ടത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആകെ ഒരു തുണയുണ്ടായിരുന്ന മാഷായിരുന്നു. ആ മനുഷ്യനെ അരിങ്കൊല ചെയ്ത പാപികൾ ആരാണെന്ന് പഠിച്ചോനിക്കേ അറിയൂ. ഒരു തൊഴിലാളി പ്രവർത്തകന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പുത്തരിയല്ല മമ്മദിക്ക. പക്ഷേ മാസ്റ്റർ കൊന്നവൻ ആരായിരുന്നാലും ശരി, അവനെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗോപിക്കുഞ്ഞ് ഈ തോട്ടം വിട്ടു പോകരുതെന്ന്. അത്യാവശ്യമായി ഞാൻ പല സ്ഥലങ്ങളിലും എത്തേണ്ടതുണ്ട് മമ്മദിക്ക. മാസ്റ്ററാണ് എന്നെയും ഒരു തൊഴിലാളി പ്രവർത്തനാക്കിയത്. അദ്ദേഹം തന്നെ എന്നെ ചുമതലപ്പെടുത്തിയ പല കാര്യങ്ങളും എനിക്കിനിയും ചെയ്തു തീർക്കാനുണ്ട്. തോട്ടത്തിലുള്ളവരെ കരുതി മാത്രമല്ല ഞമ്മ പറയണം. ഈ നിൽക്കണ പെങ്കൊച്ചിന് ആരോരുമില്ല. ഗോപിക്കുഞ്ഞ് പോയാല് ഇവിടുത്തെ ചെന്നായിക്കൾ അവരെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. മമ്മദിക്ക, വിമല എന്റെ പെങ്ങളാണ്. ഇനി ഒരു നായും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. എനിക്കിവിടെ കഴിയാൻ പേടിയാണ് ചേട്ടാ. ആ ഇൻസ്പെക്ടറിനെ ഈ നാട്ടിൽ കണ്ടുപോരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, ഒന്നുമില്ല. അപ്പച്ചാ, അധികം പോയിട്ട് 2-3 ദിവസമായല്ലോ. അവൻ വല്ല പനങ്കണ്ടും കുടിച്ച് വല്ലോടത്തും കിടപ്പുണ്ടാവും. നീ അവനോട് പറഞ്ഞേക്ക് ആ മാസ്റ്ററുടെ ശിഷ്യന്റെ വായിക്കകത്തും ചെന്ന് ചാടിയേക്കരുത്. ഓ, ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാ? കേട്ടില്ലെങ്കിലേ ഇതുകൊണ്ട് കറുപ്പായി ചിലപ്പോ വെളുപ്പായി ആയിപ്പോവും. ഏതായാലും ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് 2 മണിക്കൂറായി. എന്നാ പിന്നെ അരി കൂടി കത്തണ്ട. ഞാൻ എവിടെ നിന്ന് എടുത്തിടാനാ? ഒന്നെങ്കിൽ അപ്പച്ചൻ കാശ് തരണം, അല്ലേ അധികം തരണം. ശരി, ഒരാഴ്ചയായിട്ട് ഞാൻ തോട്ടത്തിൽ ജോലിക്ക് പോകാത്ത കാര്യം നിനക്ക് അറിഞ്ഞൂടെ? നിന്റെ കെട്ടിയാണ്ട് കാശ് കാണുപിടി. അധികം പറയണത് അപ്പച്ചനെ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ കാലാണ് തരത്തില്ലെന്ന്. എന്താ കാര്യം? അപ്പച്ചൻ കണ്ണി കാണുന്നതൊക്കെ അടിച്ചോണ്ട് പോയി വല്ലവർക്ക് നിൽക്കുന്നതുകൊണ്ട്. അതിനവന്റെ അപ്പന്റെ മുകളിലൊന്നും കൊണ്ട് ഞാൻ വിറ്റില്ലല്ല. ഞാൻ നിന്നോട് കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ കാര്യം 2ാം കെട്ട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആ എരപ്പാളിക്ക് വല്ല എലിപ്പാഷാണം കൊടുത്ത് കൊന്നിട്ട് നിന്നെ കൊള്ളാവുന്ന ഒത്തിരി കൊണ്ട് ഞാൻ കെട്ടിച്ചേക്കാം. പറഞ്ഞു താഴോട് വേറെ കെട്ടിക്കല്ലേ? എനിക്ക് ഇഷ്ടമുള്ള എടിയാനമ്മേ, ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഈ കളവന് ഞാനോട് ഒത്തുപോകലെന്ന്. നിങ്ങൾ 2 കൂടി ഒത്തു കഴിഞ്ഞോ? ഞാൻ പോയേക്കാം. അവിടെ ഇല്ലടോ. ഇതെന്റെ പാനല്ലേ? നിന്റെ ഇടയിൽ നീ എടുത്തോ. തന്റെ അനുഭവം വേണോ? നോക്കട്ടെ ഇത്. അതെ, എന്റെ ചെയ്യുന്നത് സംഭാവന എന്നാണ്. എന്തോ കൂട്ടുകാരൻ തന്നാണോ? ആ, കൂട്ടുകാരൻ സംഭാവന ചെയ്ത് പഴയരിപ്പാ. ഇടി എന്നമ്മേ, ഇത് കണ്ടോ? എല്ലാരും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാ. നിന്റെ എന്താ പള്ളി പോണ ചെരുപ്പ് പൊട്ടിക്കാനാ. ഓ, ഈ അപ്പച്ചന് നാണമില്ലല്ലോ. എന്തോ നാടിയിട്ടാ നാണിക്കാണ്. ഞാൻ ആരുടെ വീട്ടിൽ ചെന്ന് മോട്ടിച്ചില്ല. ഒരു പുണ്യ സ്ഥലത്തുനിന്നല്ലേ. അതൊരു പട്ടി എടുത്തിട്ട് പോയി കർത്താവ് വിചാരിച്ചോളൂ. കൊണ്ട് പോടോ അവിടുന്ന്. എടാ, ഇതിന്റെ പട്ടുമില്ലാത്ത കയറില്ല. നോക്കിക്കോ. ഒന്ന് ഒഴിഞ്ഞു പോ വണ്ടാറക്കാരാ. ആരാ അത്?
ഗോപിയോ? നീ ഇവിടെ? തെണ്ടിത്തിരിഞ്ഞടക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും വന്നുപെട്ടു. പക്ഷേ ഏമാനാണ് ഇവിടുത്തെ ഇൻസ്പെക്ടർ എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വരൂ, ഇരിക്കൂ. ഇരിക്കാനല്ല ഞാൻ വന്നത്. നിന്റെ പഴയ ബഹളി പിടിച്ച സ്വഭാവമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ ഏമാനെ? ദേ, ഇനി എന്നെ കളിയാക്കിയാൽ ഞാൻ തെറി വിളിക്കും. വേണമെങ്കിൽ തല്ലിക്കും. പക്ഷേ ബാബുവിനെ പോലൊരു ഇൻസ്പെക്ടർ മുതലാളിമാർക്ക് വേണ്ടി കുഴിയൊഴിപ്പിക്കാൻ നടക്കുന്നതും പാവപ്പെട്ട പെൺപിള്ളേരെ നാട്ടിൽ കണ്ടുപോകരുതെന്ന് പറയുന്നതും അത്ര സുഖമുള്ള കാര്യമല്ല. ഓ, നീ ആ തേവിടിച്ച പെണ്ണിനെ പറ്റി പറയുകയായിരിക്കും. ബാബു, അവളെന്റെ ഗുരുനാഥന്റെ മകളാണ്. ഗുരുനാഥന്റെ മകളോ? നിനക്കറിയാൻ പാടില്ലല്ലേ? മരിച്ചു കഴിഞ്ഞിട്ടും ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന ബാലൻ മാസ്റ്ററുടെ മകൾ. പണമുള്ളവന്റെ പാക്കറ്റിൽ കിടക്കുന്ന നിനക്ക് മാസ്റ്ററെ കുറിച്ച് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. ബോബി, നമ്മൾ ഒരുമിച്ച് പഠിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഇത്രയും സംസാരിക്കാൻ അനുവദിച്ചത്. പഠിക്കുന്ന കാലം മുതൽക്കേ നിനക്കെന്നെ അറിയാമല്ലോ. നിന്നെപ്പോലെ പല ഏമാന്മാരും എന്റെ കൈക്ക് വിലങ്ങ് വെച്ചിട്ടുണ്ട്. കൊള്ളയോ കൊലയോ ചെയ്തിട്ടല്ല, അക്രമം കാണിക്കുന്നത് കണ്ടാൽ അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട്. നീ പറയുന്ന അനുസരിച്ച് നിയമം നടത്താനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മേനോൻ പറയുന്ന പോലെ നിനക്ക് നിയമം നടത്താം. അയാളുടെ ഡ്രൈവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് നിനക്ക് പാവപ്പെട്ട തൊഴിലാളികൾ ഉപദ്രവിക്കാമല്ലേ? മിസ്റ്റർ മേനോൻ ഒരു വലിയ മനുഷ്യനാണ്. മണിമാളികയിൽ താമസിക്കുന്നതുകൊണ്ടായിരിക്കും അയാൾ നിനക്ക് വലിയവനായത്. പക്ഷേ ജനങ്ങൾക്ക് അയാളെക്കാൾ വലിയവനായിരുന്നു ബാലൻ മാസ്റ്റർ. അത് നീ മറക്കരുത്. ആ കേസന്വേഷണത്തിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും എനിക്ക് തരുന്നത് മിസ്റ്റർ മേനോനാണ്. ഇങ്ങനെ അന്വേഷണം നടത്തുന്ന ഒരു ഇൻസ്പെക്ടർക്ക് കാക്കിയുടുപ്പിന്റെ ആവശ്യമില്ല. നിന്റെ തൊലിക്ക് അതിനേക്കാൾ കട്ടിയുണ്ട്. പിടി നീ വിടുന്നോ അതോ ഞാൻ വിടുവിക്കണോ? നോക്ക്, ഒരു മനുഷ്യസ്നേഹിയെ പട്ടിയെപ്പോലെ വലിച്ചെറിഞ്ഞ മണ്ണിലാണ് നീയും ഞാനും വന്നെത്തിയിരിക്കുന്നത്. നിന്നെ തൊപ്പിയും തന്ന് ഇങ്ങോട്ട് അയച്ചത് രക്തം കുടിക്കുന്നവന്റെ ഡിന്നർ ഹാളിൽ പാത്രം കഴുകാനല്ല. നിർത്തു. അതെ, നിന്റെ ഈ പോക്ക് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നിന്റെ ഈ നേതാവ് എന്നോട് വേണ്ട. നിന്റെ ഈ ഭീഷണികളൊന്നും ഇവിടുത്തെ തൊഴിലാളികളോടും വേണ്ട. ഞാൻ അവസാനമായി പറയുകയാണ്, മാസ്റ്ററുടെ കൊലപാതകം തേച്ചു മാറ്റി കളയാനാണ് ശ്രമമെങ്കിൽ തൊപ്പിയില്ലാതെ ആയിരിക്കും നീ ഹൈറേഞ്ചിൽ നിന്നും പോകാൻ പോകുന്നത്. അങ്ങനെ നീ തെറിപ്പിച്ചാൽ തെറിക്കുന്ന തൊപ്പിയാണെങ്കിൽ ആ തൊപ്പി ഞാൻ വേണ്ടെന്ന് വെക്കും. നമുക്ക് കാണാം. എന്നാ കണ്ടുകളയാ.